ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ ഇത്രത്തോളം പരിപാലിച്ചു, ഇന്നയോളം നടത്തി, ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം ദൈവം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയുവാനിടയാകും. ഞാനിപ്പോൾ വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 128 1-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അത് സ്ത്രീകൾക്കും ഉൾപ്പെടും. സ്ത്രീകളും യഹോവയെ ഭയപ്പെട്ട് ജീവിച്ചാൽ ഭാഗ്യവാനായി ഇരിക്കുവാൻ സാധിക്കും. ഈ ലോകത്തിലെ മോഹങ്ങൾ, ഈ ലോകത്തിലെ ഇമ്പങ്ങളൊന്നും നമ്മളെ കൊണ്ടുപോകത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നേടാം, വേറെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കാം എന്നൊക്കെ ഓർക്കാം. അതൊക്കെ മായയാണ്. മായ. ഞാൻ എൻ്റെ പ്രീച്ചിങ്ങിൽ ഞാൻ കൂടുതലായിട്ടും ആഹ്വാനം ചെയ്യുന്നത് ഒരു വിശുദ്ധ ജീവിതം, ഒരു സ്തോത്രം, ഒരു ദൂത് നൽകി തരുന്നു. എന്തിനാ? ദൈവത്തിൻ്റെ പരിപാലനത്തിൽ യേശുവിൽ വിശുദ്ധിയോടും വേർപാടോടായിരിക്കാനാണ്. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. നല്ലതായിട്ട് ജീവിക്കുവാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഹ്വാനം പ്രാർത്ഥിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കർത്താവിൻ്റെ വഴി നടക്കുവാൻ നമ്മൾക്ക് പ്രയാസമാണ്, എന്നാൽ യേശു കൃപ നൽകി തരും. യഹോവയാൽ അസാധ്യമായ കാര്യം ഒന്നുമില്ല. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. യഹോവ എൻ്റെ ജീവനബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. കർത്താവ് ഇമ്മാനുവേൽ ആയിട്ട് കൂടെ ഇരിക്കുന്ന കർത്താവാണ്. എൽഷഡായ്, എല്ലാം വല്ലവരെ എന്നൊക്കെ കർത്താവിൻ്റെ നാമങ്ങൾ. യഹോവയെ ഭയപ്പെടുവാനും ദൈവത്തെ മനുഷ്യനെ ശങ്കയും നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കാനിടയാക്കണം. മനുഷ്യൻ്റെ മുൻപിൽ ദയ ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മളെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ ഇതെല്ലാം എനിക്കൂടെ ഞാൻ പറയുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവരുടെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയുടെ വഴി നടക്കുന്നവർ ഭാഗ്യവതികൾ. വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് ലോഹമോഹങ്ങൾ ഇമ്പങ്ങളിൽ കടന്നു ചെല്ലുവാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിക്കും. അതുകൊണ്ട് നമ്മളതിൽ എന്നും വിടാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ സൂക്ഷിക്കപ്പെടുവാനിടയാക്കട്ടെ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നാം നടക്കേണ്ടതായിരിക്കുന്നു. അന്നേരം അന്ന് യഹോവയെ ഭയപ്പെട്ടപ്പോൾ നമുക്ക് എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം താഴെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അധ്വാന ഫലം തിന്നും, നിനക്ക് നന്മ വരും, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. അങ്ങനെ മുന്തിരിവള്ളിയുടെ അനുഭവം, നല്ലൊരു മുന്തിരിവള്ളി എങ്ങനെ ജീവിക്കുന്നത് പോലെ ആയിത്തീരുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. കൂടുതൽ ഘോഷിപ്പാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി എടുത്തുകൊള്ളപ്പെടുവാൻ നല്ല ഒരു മറിയെ പോലെ, നല്ല ഒരു എസ്തറിനെ പോലെ, നല്ലൊരു ദെബോറാളെ പോലെ ആയിത്തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദൂത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ചെറിയ കൂട്ടുകാരിലും ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മൾ ലക്കിയസ്റ്റ്, ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്ന പോലെ നമ്മൾ ലക്കിയർ ആകുക. യേശുവിൻ്റെ വഴികളിൽ കേൾക്കുമ്പോൾ വചനം കേൾക്കാം, ദൈവത്തെ ഘോഷിക്കാം. കർത്താവിന് വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ട് ജീവിക്കാൻ നമ്മളെ തന്നെ സഹായിക്കാം. ആമീൻ.